വിവാദങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കവേ റാപ്പർ വേടനെ തേടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തിയത് പലരെയും അമ്പരപ്പിച്ചു. മഹാരഥന്മാരും അധ്യാപകരും കവികളുമൊക്കെ വിരാജിച്ചിരുന്ന സിംഹാസനത്തിലേക്കാണ് അവാർഡ് നിർണയ കമ്മിറ്റി റാപ്പർ വേടനെയും കൈപിടിച്ചിരുത്തിയിരിക്കുന്നത്. മഞ്ഞുമ്മൽ ബോയ്സ് 10 പുരസ്കാരങ്ങൾ നേടിയതിൽ പ്രധാനപ്പെട്ടത് ഗാനരചനയ്ക്ക് വേടന് ലഭിച്ച പുരസ്കാരമാണ്. അപ്രതീക്ഷിതമായാണ് വേടനെ തേടി പുരസ്കാരം എത്തിയത്. വിയർപ്പ് തുന്നിയ കുപ്പായം എന്ന ഗാനത്തിലെ വരികൾക്കാണ് വേടനെ മികച്ച ഗാനരചയിതാവായി അവാർഡ് കമ്മിറ്റി തെരഞ്ഞെടുത്തത്. പീഡന കേസുകളിലടക്കം കുടുങ്ങി കരിയർ തന്നെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന വേളയിലാണ് ഹിരൺദാസ് മുരളി എന്ന വേടനെ തേടി സംസ്ഥാന അവാർഡ് എത്തിയിരിക്കുന്നത്. ലൈംഗികാരോപണ കേസുകളിൽ കുടുങ്ങിയ ഈ തൃശൂർ സ്വദേശി വിദേശത്ത് പോകാൻ കോടതി നൽകിയ ഹർജിയിലും അനുകൂല തീരുമാനം കിട്ടിയിരുന്നു. പ്രണയവും കാത്തിരിപ്പും വിരഹവുമൊക്കെയാണ് വിയർപ്പ് തുന്നിയ കുപ്പായത്തിന്റെ ഇതിവൃത്തം. സാധാരണക്കാരന്റെ ജീവിതത്തെ സ്പർശിച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ് ഗാനത്തിൽ പറയുന്നത്. 2020 വേടൻ സംഗീത രംഗത്തേക്ക് ചുവടുവെക്കുന്നത്. വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന സംഗീത ആൽബവുമായി തുടക്കം. ജാതി മൂലം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വിഹ്വലതകളാണ് പ്രമേയം. ഇത് 1.8 കോടിയിലേറെ കാഴ്ചക്കാരെ യൂട്യൂബിൽ നേടി. ഇതോടെ വേടൻ ശ്രദ്ധിക്കപ്പെട്ടു. 2021 നായാട്ട് എന്ന ചിത്രത്തിലെ നരബലി എന്ന ട്രാക്കിലൂടെ ചലച്ചിത്ര രംഗത്തുമെത്തി. എന്നാൽ പിന്നീട് നിരവധി വിവാദങ്ങൾ ഈ യുവാവിനെ ചുറ്റിപ്പറ്റി ഉയർന്നു. നിരവധി പെൺകുട്ടികൾ ഇയാൾക്കെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നു. ഇതോടെ ചിലതൊക്കെ കേസുകളായി മാറി. ബുക്ക് ചെയ്തിരുന്ന പരിപാടികൾ പലതും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു.